ഹാപ്പി ബർത്ത്ഡേ അനു. എടി കെവി, വിവേകമില്ലാത്തവളെ, ഹാപ്പി ബർത്ത്ഡേ. അനു പൈത്തനാണ്. ഞാൻ ആദ്യമായി അനുവിനെ കാണുന്നത് തന്നെ ഇന്റർനെറ്റിലാണ്. അവിടെ വെച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. കുത്തിത്തുരുമ്പിൻ്റെ ആശക്തിയാണ്, അതിലേറെ കുഴുത്തുരുമ്പുണ്ട്. പിന്നെ അതിൽ കൂടുതൽ വളരെയേറെ തള്ളും ആളുടെ കയ്യിലുണ്ട് എന്ന് തന്നെ മനസ്സിലായി. എന്ത് കാര്യം പറഞ്ഞാലും നേരെ അതിനപ്പുറമായിരിക്കും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒറ്റ ബുദ്ധി അരു എന്നാണ് പേര്. പിന്നെ ഒട്ടേറെ പേരുകൾ നമുക്കിടയിൽ തന്നെ ഇട്ടതായി എനിക്ക് ഓർമ്മയുണ്ട്, അധികം പറയുന്നില്ല. എന്നാലും ഈ ഒറ്റ ബുദ്ധി അനുവിന് എൻ്റെ വക മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്നായിരുന്നു. നിങ്ങളെ ഹാപ്പി ബർത്ത്ഡേ ഫസ്റ്റ്. 2, നിൻ്റെ ഈ തെള്ളില്ലേ, എന്നിട്ട് നമ്മുടെ ബുർജ് ഖലീഫ വരെ തെള്ളിടാൻ പറ്റുന്നുള്ള കഴിവുള്ള അത് ഈ വർഷമെങ്കിലും ഒന്ന് കുറയ്ക്കണം. പിന്നെ പിന്നെന്താണ് ഈ പറയുന്നത്, എനിക്ക് എന്നെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാനുള്ള കുറച്ച് ആൾക്കാർ ഒരാളാണത്. താങ്ക് യു ഫോർ ബീയിങ് യു. അനുമോളെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. ഇനിയും ഒരുപാട് ഊക്കൾ കിട്ടാനും തരാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് അനുക്കളവി, കീക്കുവാണ്. എനിക്ക് അനുവിൻ്റെ കൂടെ അധികം ആർപ്പി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വാലോല് ആണ് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്. അനുക്കളവിയുടെ സേജ് ഇല്ലെങ്കിൽ ആ കളി പോയി, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളുടെ സേജിനും ആർപ്പിയിലെ അനുവിനും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനിയും കുടുംബശ്രീന്നൊക്കെ ട്രിപ്പ് പോകാൻ സാധിക്കട്ടെ. നല്ല പ്രായമുണ്ടെന്നറിയാം, എന്നാലും പറയുവാണ്, വാലോയിൽ ആ സിൽവർ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്നിട്ട് വേണം നിനക്കൊന്ന് സിൽവർ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കളി നിർത്താൻ. ഓക്കെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിൽവർ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അനു. ഹാപ്പി ബർത്ത്ഡേ അനു. അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പ്രായമുള്ള ഒരു പെണ്ണാണ്, അനുവാണ്ടിയാണ്. അനുവാണ്ടിക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ബുദ്ധിയില്ലായ്മ ഒരു ജന്മാവകാശം, അഥവാ തന്തയെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക, തന്തയ്ക്ക് ഇപ്പം എന്താ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുക. അങ്ങനെ കുറച്ച് വെകിളിത്തരമുണ്ട് ഒക്കെ ഉള്ളൂ. പക്ഷെ ആള് പാവാണ്, ശുദ്ധ മനസ്സാണ്. ബുദ്ധിയില്ലായ്മ കുറച്ചുണ്ട് എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സഹിക്കുക തന്നെ, പിന്നെ ശീലമായിപ്പോയി. അപ്പോൾ അന്തപ്പുരയിലെ അമ്മച്ചിക്ക് അഥവാ നെബുള്ള എന്നൊരു മരതക ചൊട്ടയ്ക്ക് പുറന്താൾ വാർത്തകൾ നേരുന്നു. കള്ളെ ചെലവൊന്നും കിട്ടിയില്ല, തരണം. ഹാപ്പി ബർത്ത്ഡേ അനു. ഞാൻ എറ്റേണിറ്റി തൊട്ട് അനുവിനെ കാണാൻ തുടങ്ങിയതാണ്. ഇന്ന് എക്സ്ലാൻറ്റിക്സ് വരെ കുറേ നല്ല നല്ല ആർപ്പികൾ അനുവിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് കുറേ നല്ല നല്ല ആർപ്പികൾ ചെയ്യാൻ പറ്റട്ടെ. ഒരിക്കൽ കൂടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് നേരുന്നു. ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ ബോട്ടേച്ചി. എനിക്ക് അനു എന്നുള്ള പേരൊന്നും ആയില്ല, ഞാൻ ബോട്ടേച്ചി എന്ന് വിളിക്കോളൂ. എന്തേലാട്ടെ. അപ്പോൾ വിഷിങ് യു ഹാപ്പി ലൈഫ് അഹെഡ്. ഞാൻ തന്നെ. പിന്നെ അയണിൽ നിന്ന് ഇനിയും താഴോട്ട് പോട്ടെ, നമുക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാം. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ. ജന്മദിനാശംസകൾ അനു ചേച്ചി. ഹലോ അനു, ഇത് റിപ്പറാണേ. അപ്പം നമ്മൾ തമ്മിൽ അധികം ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അനുവിനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഇൻട്രാക്ഷൻ വെച്ചാൽ അനുവിനെ മിക്കവാറും ഞാൻ 2-3 വർഷം കൊന്നതായിരിക്കും. പക്ഷേ അനുവായിട്ട് എനിക്ക് മനസ്സിലാക്കി വെച്ചാൽ അനു നല്ലൊരു കുത്തിരിപ്പുള്ളൊരു കുട്ടിയാണ്. പിന്നെ അൻസർട്ടി നീണ്ടുപോയിട്ടില്ല. അപ്പം ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയണമല്ലോ. നല്ല അനുസരണമുള്ള കുട്ടിയാണ്, അങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അതിൻ്റെ സ്വഭാവത്തിന് പറ്റിയല്ലായതുകൊണ്ട് ഇച്ചിരി കുറുമ്പിയും ഇതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അനുവിനെ കുറച്ച് നാളായിട്ട് സിറ്റി കാണാറില്ല. അപ്പം അനു എന്തൊക്കെയോ വലിയ ട്രിപ്പും ധ്യാനത്തിനും പോയേക്കാന്ന് കേട്ടെ. അപ്പം തിരിച്ചു വരണം. അപ്പം തിരിച്ചു വന്നാൽ ഉടനെ നമുക്ക് ഇനിയും അങ്ങോട്ട് LMC കൂടെ ഞാൻ ഉണ്ടാവും. അപ്പം അനുവിനെ ഇനിയും പരിചയപ്പെടാനുണ്ട്. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അനുമോൾ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ അനു ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ അനു. അനു ഗബ്രിയേൽ, എൻ്റെ വക ഒരു 1000
ഹാപ്പി ബർത്ത്ഡേ അനു. Many many happy returns of the day. Anu ചേച്ചി